ജർമ്മനിയിൽ നഴ്സായിട്ട് ജോലി ചെയ്യുമ്പോൾ എത്ര രൂപ സാലറി കിട്ടുമെന്ന് നിങ്ങൾക്കറിയാമോ? ജർമ്മനിയിൽ ഒരു നഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് 3000 യൂറോ ടു 3600 യൂറോ വരെയാണ്. പക്ഷേ ഒരു ഏവറേജ് സാലറി എന്ന് പറയുന്നത് 3380 രൂപയായിരിക്കും. എത്ര രൂപ കറക്റ്റായിട്ട് കിട്ടുമെന്നുള്ളത് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലം, നിങ്ങൾ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റൽ ആൻഡ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നിവയെ അടിസ്ഥാനമാക്കിയിരിക്കും. നിങ്ങൾ ഒരു ബാച്ചിലർ ആണെങ്കിൽ നിങ്ങൾക്ക് ബിഫോർ ടാക്സ് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് 3380 രൂപയാണ്. ഈ 3380 രൂപയിൽ നിന്ന് നിങ്ങൾ 426 ഇൻകം ടാക്സ് ആയി കൊടുക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല, നിങ്ങൾ ഒരു ക്രിസ്ത്യൻ ബേസ്ഡ് കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ 8 to 9% ടാക്സ് ചർച്ച് ടാക്സ് ആയിട്ടും കൊടുക്കേണ്ടതുണ്ട്. ഇതിനു പുറമെ നിങ്ങൾ സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻസ് ആയിട്ട് 4 ഇൻഷുറൻസുകളും അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് വരുന്നത് ഹെൽത്ത് ഇൻഷുറൻസ്. ഹെൽത്ത് ഇൻഷുറൻസ് വരുന്നത് നിങ്ങൾക്ക് 15% ആണ് അതിൽ കൊടുക്കേണ്ടത്. പിന്നീട് വരുന്നതാണ് പെൻഷൻ ഇൻഷുറൻസ്. അതിൽ നിങ്ങൾ 9% അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം വരുന്നതാണ് കെയർ ഇൻഷുറൻസ്. അതിൽ നിങ്ങൾ 3% അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം വരുന്നതാണ് അൺഎംപ്ലോയ്മെന്റ് ഇൻഷുറൻസ്. അൺഎംപ്ലോയ്മെന്റ് ഇൻഷുറൻസ് 2% അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തം സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻസ് ആയിട്ട് എമൗണ്ട് കൊടുക്കേണ്ടി വരുന്നത് 709 യൂറോ ആണ്. അപ്പോൾ ബാച്ചിലേഴ്സിന് ആഫ്റ്റർ ടാക്സ് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 2209 യൂറോ ആണ് മന്ത്ലി ഇൻകം ആയിട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് ഫാമിലിയുടെ മന്ത്ലി ഇൻകം എത്രയാണെന്ന് നോക്കാം. അതായത് നിങ്ങളുടെ സ്പൗസ് അവിടെ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് 3380 രൂപ തന്നെയായിരിക്കും ബിഫോർ ടാക്സ് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇതിൽ ഇൻകം ടാക്സ് കുറച്ച് കൊടുത്താൽ മതി. 141 യൂറോ ആണ് നിങ്ങൾ ഇതിൽ ഇൻകം ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടി വരുന്നത്. ഇനി നിങ്ങൾ ക്രിസ്ത്യൻ ആണെങ്കിൽ ചർച്ച് പേയ്മെന്റായി 11 യൂറോയും അടയ്ക്കേണ്ടതുണ്ട്. അതായത് നിങ്ങൾക്ക് ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 161 യൂറോ ആണ് ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടി വരുന്നത്. ഇനി നമുക്ക് സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻസ് ആയിട്ട് അടയ്ക്കേണ്ട ഇൻഷുറൻസുകൾ എത്രയാണെന്ന് നോക്കാം. അതായത് ആദ്യത്തെ ഇൻഷുറൻസ് വരുന്നത് പെൻഷൻ ഇൻഷുറൻസ്. അതിൽ നിങ്ങൾ 314 യൂറോ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് ഹെൽത്ത് ഇൻഷുറൻസ്. അതിൽ നിങ്ങൾ 273 യൂറോയും പിന്നെ അൺഎംപ്ലോയ്മെന്റ് ഇൻഷുറൻസ് 43ഉം കെയർ ഇൻഷുറൻസ് 77ഉമാണ് നിങ്ങൾക്ക് സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻസ് ആയിട്ട് അടയ്ക്കേണ്ടി വരുന്നത്. സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻസ് ആയിട്ട് 709 യൂറോയും അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ആഫ്റ്റർ ടാക്സ് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 2508 യൂറോ ആയിരിക്കും. ഇനി നമുക്ക് സ്പൗസ് വർക്കിംഗ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. അതായത് നിങ്ങളുടെ സ്പൗസും അവിടെ ജർമ്മനിയിൽ നഴ്സായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇൻകം ടാക്സ് ആയിട്ട് 426 യൂറോ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അതുമാത്രമല്ല, നിങ്ങൾ ക്രിസ്ത്യൻ ആണെങ്കിൽ 34 യൂറോയും അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അതായത് മൊത്തം ടാക്സ് എമൗണ്ട് എന്ന് പറയുന്നത് 460 യൂറോ ആയിട്ട് അടയ്ക്കണം. അതുപോലെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻസ് ആയിട്ടും അടയ്ക്കേണ്ടതുണ്ട്. അതിൽ ആദ്യത്തേത് വരുന്ന പെൻഷൻ ഇൻഷുറൻസ് ആയിട്ട് 314 യൂറോയും ഹെൽത്ത് ഇൻഷുറൻസ് ആയിട്ട് 273 യൂറോയും അൺഎംപ്ലോയ്മെന്റ് ഇൻഷുറൻസ് ആയിട്ട് 43 യൂറോയും അതുപോലെ തന്നെ കെയർ ഇൻഷുറൻസ് ആയിട്ട് 77 യൂറോയും നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻസ് ആയിട്ട് 709 യൂറോ ഗവൺമെന്റിലേക്ക് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അതുമാത്രമല്ല, നിങ്ങളുടെ സാലറി എന്ന് പറയുന്നത് ആഫ്റ്റർ ടാക്സ് 2209 യൂറോ ആയിരിക്കും ഒരാൾക്ക് കിട്ടുന്നത്. അപ്പൊ എല്ലാവർക്കും ഫ്ലോറൻസ് അക്കാഡമിയുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ.